ഹലോ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് പെയർഡ് ടി ടെസ്റ്റ്. പെയർഡ് ടി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി സ്മോൾ സാമ്പിൾ ടെസ്റ്റ് വരുന്നതാണ്. നമ്മൾ സ്മോൾ സാമ്പിൾ ടെസ്റ്റിൽ 2 കവർ ചെയ്തിരുന്നു. മീനിൻ്റെ പിന്നെ 2 മീൻസിൻ്റെ കമ്പാരിസൺ കവർ ചെയ്തിരുന്നു. നെക്സ്റ്റ് വണ്ണാണ് പെയർഡ് ടി ടെസ്റ്റ് വരുന്നത്. സ്മോൾ സാമ്പിൾ ടെസ്റ്റിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് 2 സെറ്റ് ഓഫ് ഡേറ്റ കാണും. അപ്പോൾ 2 സെറ്റ് ഓഫ് ഡേറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും എന്താണ് ലാസ്റ്റ് വൺ പഠിച്ചതുമായിട്ടുള്ള ഡിഫറൻസ്. ദാറ്റ് മീൻസ് ലാസ്റ്റ് വൺ നമ്മൾ പഠിച്ചത് ഡിഫറൻസ് ഓഫ് മീൻസ് ആണ്, ടെസ്റ്റ് ഫോർ ഡിഫറൻസ് ഓഫ് മീൻസ്. അപ്പോൾ 2 പോപ്പുലേഷൻ കമ്പാരിസൺ നടത്തുമ്പോഴാണ് ടെസ്റ്റ് ഓഫ് ഡിഫറൻസ് ഓഫ് മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ പെയർഡ് ടി ടെസ്റ്റിൽ 2 സെറ്റ് ഓഫ് ഡേറ്റ ഉണ്ട്. പക്ഷേ നമ്മൾ ഒരേ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഒരേ ആൾക്കാരെ വെച്ചിട്ടായിരിക്കും സ്റ്റഡി നടത്തുന്നത്. ഒരേ ഐറ്റംസിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ അല്ലെങ്കിൽ സ്റ്റഡി നടത്തുക. ഇപ്പോൾ ഒരാളുടെ എക്സാം ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോച്ചിങ് കൊടുക്കുന്നു. കോച്ചിങ്ങിന് ശേഷം അവർ ഇംപ്രൂവ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട് വേറൊരു എക്സാം കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ, ഈ ട്രെയിനിങ് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഈ പരസ്യത്തിലൊക്കെ കാണാറില്ലേ, എന്നെ കോംപ്ലാൻ കുറിച്ചത് പിന്നെ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നു എന്നൊക്കെയുള്ള കൈൻഡ് ഓഫ് തിങ്സ്. അപ്പം അതേപോലെ ഒരു പർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് സെയിം പേഴ്സണിൽ തന്നെ ചെക്ക് ചെയ്യുക. അപ്പോൾ കമ്പാരിസൺ ഓഫ് മീൻസിനകത്ത് വരുന്നത് എന്താണ്, 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എടുക്കുന്നു. ഈ 2 ഗ്രൂപ്പ് ആൾക്കാർ ഓർ വാട്ടവർ എന്തെങ്കിലും ഐറ്റംസ് എടുക്കുന്നു. ഈ 2 ഗ്രൂപ്പിനും സ്പെഷ്യൽ 2 കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നു. ഒരു ഗ്രൂപ്പിന് ഇപ്പം ഒരു ഡ്രഗ് കൊടുക്കുന്നു, അടുത്ത ഗ്രൂപ്പിന് മറ്റൊരു ഡ്രഗ് കൊടുക്കുന്നു. ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് പോപ്പുലേഷൻ ടെസ്റ്റ് ഫോർ ഡിഫറൻസ് ഓഫ് മീൻസ് എന്ന് പറയുന്ന സംഭവത്തിനകത്ത് നമ്മൾ ചെയ്യുന്നത്. പെയർഡ് ടി ടെസ്റ്റ് എന്താണ്, സെയിം ആൾക്കാരായിരിക്കും, സെയിം ഐറ്റംസ് ആയിരിക്കും, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ ചെയ്യുന്ന പോലെ. ഓക്കെ, അതാണ് ഡിഫറൻസ് വരെ കേട്ടോ. അപ്പോൾ പെയർഡ് ടി ടെസ്റ്റിനകത്ത് നമുക്ക് വേണ്ടത് പറഞ്ഞല്ലോ ബിഫോറും ആഫ്റ്ററും പറഞ്ഞല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു ട്രെയിനിങ് കൊടുത്തതിൻ്റെ മുന്നേ ഉള്ള മാർക്ക്, ട്രെയിനിങ് കൊടുത്തതിന് ശേഷമുള്ള മാർക്ക് വേണം നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഡിഫറൻസ് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ H0 ഓൾവേസ് നമ്മൾ കൺസിഡർ ചെയ്യുക. H0 എന്തായിരിക്കും വരിക, നമ്മുടെ 2 ബിഫോറും ആഫ്റ്ററും സെയിം ആണ്. ബിഫോർ ഉണ്ടായിരുന്ന പോപ്പുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ മീനും അല്ലെങ്കിൽ ആവറേജ് മാർക്കും ആഫ്റ്റർ ഉണ്ടായിരുന്ന ഈ ട്രെയിനിങ്ങിന് ശേഷമുള്ള ആവറേജ് മാർക്കും ഈക്വൽ ആണ്. H1 ഡിപ്പെൻഡ് ഓൺ സിറ്റുവേഷൻ, μ1 നോട്ട് ഈക്വൽ ടു μ2 ഓർ μ1 ഗ്രേറ്റർ ദാൻ μ2 ഓർ μ1 ലെസ് ദാൻ μ2 എന്ത് വേണമെങ്കിലും സിറ്റുവേഷൻ അനുസരിച്ച് ചൂസ് ചെയ്തോളുക. ഇനി നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വരുന്നത് T ഈക്വൽ ടു D ബാർ ഡിവൈഡഡ് ബൈ S ബൈ √n-1. This follows Tn-1 degrees of freedom. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡി ബാർ എന്ന് പറയുന്നത് എസും എന്നും ഒക്കെ നമുക്ക് ഫെമിലിയർ ആണ് ടേംസ്. ഡി ബാർ എന്ന് പറയുന്നത് ഡി ഡിനോട്ട് ചെയ്യുന്ന ഡിഫറൻസ് ആണ്, നമ്മുടെ ബിഫോറും ആഫ്റ്ററുമായിട്ടുള്ള മാർക്സ് വെച്ചിട്ട് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതിൻ്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, ദാറ്റ് ഇസ് ഡി. ഓക്കെ, ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, ആ ഡിഫറൻസിൻ്റെ ആവറേജ് എടുക്കുക. പിന്നെ നമുക്ക് ഈ ബിഫോറും ആഫ്റ്ററും ഇത് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഫുൾ സ്റ്റഡീസ് പോകുന്നത് ഈ ഡീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കുന്ന ഏതായിരിക്കും, ഈ ഡിയുടെ അവിടെ കിട്ടുന്ന വാല്യൂ വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ടേക്ക് കെയർ ചെയ്യേണ്ടത് ഈ നമ്പർ ഓഫ് ഐറ്റംസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഓൾവേസ് ഈക്വൽ ആയിരിക്കണം. മറ്റേ ടെസ്റ്റ് ഓഫ് പോപ്പുലേഷൻ ഫോർ 2 മീൻസ് ഓഫ് പോപ്പുലേഷനകത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. N1 N2 വേരി ചെയ്യാം. ഇവിടെ പക്ഷേ സെയിം ആൾക്കാരായതുകൊണ്ട് N1ഉം N2ഉം ഈക്വൽ ആയിരിക്കണം, സെയിം ഐറ്റം ആയതുകൊണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്യേണ്ടത് ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ആ ഡിഫറൻസിൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യുക, ആ ഡിഫറൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി പോകുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക് കിട്ടി. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, H0 സാധാ ചെയ്യുന്ന പ്രൊസീജിയർ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ, അപ്പോൾ ഏതായിരിക്കും എടുക്കുന്ന ടേബിൾ നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ഫോളോസ് T എന്നാണ്. അപ്പോൾ T ടേബിൾ എടുക്കുക. സ്മോൾ സാമ്പിളിനകത്ത് ഇവിടെ എസ്സൂടെ ആണല്ലോ വരുന്നത്. സ്മോൾ സാമ്പിൾ ആകുമ്പോൾ സിഗ്മയുടെ അൺനോൺ ആണെങ്കിൽ നമ്മൾ T ടേബിൾ ആയിരിക്കും എപ്പോഴും യൂസ് ചെയ്യുക. ഓക്കെ,
അപ്പം മീനിൻ്റെ കേസിലാണ് ഈ ടി ടേബിൾ വരിക. നമ്മൾ ടി ടേബിൾ എടുക്കുന്നു, കമ്പാരിസൺ നടത്തുന്നു, നമ്മുടെ ടേബിൾ വാല്യൂ ആണ് ഗ്രേറ്റർ എങ്കിൽ നമ്മൾ എച്ച് നോട്ടിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ടേബിൾ വാല്യൂവിനേക്കാൾ പവർഫുൾ കാൽക്കുലേറ്റഡ് വാല്യൂ ആണെങ്കിൽ എച്ച് നോട്ടിനെ റിജക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമുക്കിനി ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. The scores of 10 candidates, the scores of 10 candidates prior and after training are given below. Okay, അപ്പോൾ നമുക്ക് ഡേറ്റാസ് ഗിവൺ ആണ്. ഈ ഡേറ്റയിൽ നിന്ന് നമ്മൾ ഡി ബാറും എസും എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഡേറ്റ വരുന്നത് 84, 48, 36, 37, 54, 69, 83, 96, 90 and 65. അപ്പോൾ ഇവരെ തന്നെ ആഫ്റ്റർ ട്രെയിനിങ്ങിന് ശേഷം എന്ത് ചെയ്യുന്നു, നോട്ടീസ് ചെയ്യുന്നു ഇവരുടെ സ്കോറിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇവർ ഈ ബെനഫിഷ്യൽ ആണോ നമ്മൾ ഈ നടത്തിയേക്കുന്ന ട്രെയിനിങ് എന്നറിയാനായിട്ടാണ്. ഓക്കെ, നമ്മളപ്പോൾ ഈ സംഭവം മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡേറ്റ എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്, ഓക്കെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ക്വസ്റ്റ്യൻ അടുത്ത എന്ത് വരണം, check whether the training is effective. The training is effective. Okay, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം, എച്ച് നോട്ട് എഴുതണം, മസ്റ്റായിട്ട് ഹൈപ്പോത്തസിസ് എഴുതണം. ട്രെയിനിങ് എഫക്റ്റീവ് ആദ്യം വരുന്നത് μ1 = μ2, അതായത് ബിഫോർ ട്രെയിനിങ്ങും ആഫ്റ്റർ ട്രെയിനിങ്ങും എഫക്ട്സ് ഒക്കെ സെയിം തന്നെയാണ്, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ H1 ട്രെയിനിങ് ഈസ് എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ μ1 ≠ എഴുതേണ്ട ആവശ്യമില്ല. ട്രെയിനിങ് എഫക്റ്റീവ് ആണെങ്കിൽ രണ്ടാമത് എന്തായിരിക്കണം, നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടണം, μ2 ഗ്രേറ്റർ ആയിരിക്കണം, ആഫ്റ്റർ ട്രെയിനിങ് വരുന്നതിൻ്റെ മാർക്ക് കൂടുതലായിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് H1 μ1 < μ2. അപ്പോൾ വീണ്ടും ഞാൻ എക്സും വൈയുമായിട്ട് ഇതിനെ കാണിക്കുന്നു, ദെൻ അതിൻ്റെ ഡിഫറൻസ് എടുക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ വാല്യൂസ് എല്ലാം എഴുതുക, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തോളുക. അതിനുശേഷം മീൻസ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ പറയുന്നതുകൊണ്ട്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ക്ലാസ് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്ന വാല്യൂസ് എല്ലാം റിപ്പീറ്റ് ചെയ്യണം, ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം, അതൊക്കെ മാനുവലി ഇത് ചെയ്യണമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്ക് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വണ്ണിന് എന്തൊരു നെഗറ്റീവ്സ് ഒക്കെ മാറ്റർ ആണ്, നെഗറ്റീവ്സ് ഒന്നും കളയണ്ട, അതെല്ലാം അതുപോലെ ഇട്ടേക്കുക. -6, -10, -20, -12, then -8, okay, -12, -1, 10, 6 and -10. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പ്രോബ്ലം ഈസി ആക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ സ്ക്വയർ റൂട്ട് എടുത്തങ്ങ് പോകുന്നു. അപ്പോൾ പിന്നെ വേറെ അധികം കാൽക്കുലേഷൻ ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ സ്ക്വയർ റൂട്ട് കംപ്ലീറ്റ് ആക്കുന്നു. ഇനിയും നമുക്ക് ചെയ്യാൻ പോകുന്നത് ഡി ബാർ കാൽക്കുലേറ്റ് ചെയ്യാം. ഡി ബാർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഈ ഡി വാല്യൂവിൻ്റെ ആവറേജ്. അപ്പോൾ സമ്മേഷൻ ഡി ബൈ എൻ എന്നാകും ഇക്വേഷൻ. എത്ര ഡേറ്റ ഉണ്ട്, സമ്മേഷൻ ഡി എന്ന് പറയുമ്പോൾ എന്തൊരു -6 + -10 -20 ഓക്കെ പ്ലസ് ഇട്ട് പോകുന്നെങ്കിൽ പൊക്കോളാം, -12 -8 -12 -1 +10 +6 -10 ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പം നമുക്ക് ആവറേജ് കിട്ടുന്നത് -6.3 ആണ്. ഓക്കെ, അപ്പോൾ ആവറേജ് കിട്ടി, അതുകൊണ്ട് തീർന്നില്ല. ഡി ബാർ ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഡി. അപ്പം നിങ്ങൾ ഇത് എഴുതുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക് എഴുതുമ്പോൾ SD എന്നൂടെ ഒന്ന് കാണിച്ചേക്കാം കേട്ടോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഡി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഡി അപ്പോൾ എന്തായിരിക്കും, സമ്മേഷൻ DI² മൈനസ് ബൈ n മൈനസ് ഡി ബാർ സ്ക്വയർ. അപ്പോൾ നമുക്ക് സമ്മേഷൻ DI² കാൽക്കുലേറ്റ് ചെയ്യാം. എന്ത് വരും, DI² ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ സം എടുത്താൽ മതി.
ഇതാ നമ്മളിവിടെ ഓൾറെഡി ഡി ഐ സ്ക്വയർ പ്രോബ്ലം സിമ്പിളാക്കാൻ വേണ്ടി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ഉടങ്ങ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സമേഷൻ ഡി ഐ സ്ക്വയർ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയിരിക്കുന്നത് 1125. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തൊരു റൂട്ട് ഓഫ്, ഞാൻ ഇപ്പുറത്ത് റൂട്ട് ഇടാൻ വിട്ടുപോയിരുന്നു, നിങ്ങൾ ആ റൂട്ട് ഒന്ന് ടേക്ക് കെയർ ചെയ്തേക്കണം. ഇല്ല എങ്കിൽ എസ് സ്ക്വയർ ആയിട്ട് അങ്ങോട്ട് ഇക്വേഷൻ എഴുതി പോയാലും മതിയേ. ഒന്നുകിൽ എസ് സ്ക്വയറിൻ്റെ ഇക്വേഷൻ പോലെ എഴുതി പോവുക, അല്ലെങ്കിൽ റൂട്ട് ഇട്ട് കൊടുക്കുക. 1/n സമേഷൻ ഡി ഐ സ്ക്വയർ മൈനസ് ഡി ബാർ സ്ക്വയർ. അപ്പോൾ എന്തോരും റൂട്ട് ഓഫ് 1/10 ഇൻറ്റു ഡി ഐ സ്ക്വയർ എനിക്ക് കിട്ടിയിരിക്കുന്നത് 1125 മൈനസ് ഡി ബാർ വരുന്നത് എനിക്ക് ഏതാണ്ട് -6.3 സ്ക്വയർ. ഇത് ഞാനിപ്പോൾ ഇത്രയും ചെയ്ത് വെക്കുന്നുള്ളൂ. ഇത് ഫൈനൽ ചെയ്ത് കഴിയുമ്പം 72 ഇത്രയും സെക്ഷൻ വേണം ആദ്യം ചെയ്യണം കേട്ടോ. 1125/10 ചെയ്യണേ. ദെൻ ഈ ബ്രാക്കറ്റിലുള്ള സ്ക്വയർ എടുത്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ റൂട്ട് ഓഫ് 72.81 ആണ് കിട്ടുക. നമുക്കിനി സ്റ്റാറ്റിസ്റ്റിക് എഴുതാൻ എന്തോരും d equal to d bar divided by standard deviation of d by root n minus 1 follows t n minus 1. ഇത്ര നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക് എഴുതുന്ന കൂട്ടത്തിൽ എഴുതിക്കൊണ്ട് ഇക്വേഷൻ ഇത് മാത്രം എഴുതിയിട്ട് നിർത്തരുത്. ഫോളോസ് ടി എൻ മൈനസ് 1 മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഡി ബാർ എന്താ വരുന്നത് -6.3 ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഞാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തില്ല, റൂട്ടൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഡിവൈഡ് ബൈ റൂട്ട് 9. അപ്പോൾ എനിക്ക് വരിക -6.3 ഇൻറ്റു 3. ഈ റൂട്ട് 9 ഞാൻ ന്യൂമറേറ്ററിലോട്ട് കൊടുത്തു. വാട്ടെവർ നിങ്ങൾ കാൽക്കുലേറ്ററിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള വേയിലങ്ങ് ചെയ്തോളുക. കാൽക്കുലേറ്റർ എപ്പോഴും എക്സാമിനൊക്കെ നിങ്ങൾ ചെയ്തോളൂ, അല്ലെങ്കിൽ കാൽക്കുലേറ്ററാണ് ബെറ്റർ. അപ്പോൾ -2.215 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടേബിൾ വാല്യൂ എടുക്കാം. ടേബിൾ വാല്യൂ എന്ന് പറയുമ്പോൾ ആൽഫ 0.05 തന്നെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. n-1 എന്തായിരിക്കും, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈക്വൽ ടു n-1 ഈക്വൽ ടു 10-1, ദാറ്റ് ഈസ് df ഈക്വൽ ടു 9. ആൽഫ എന്ത് ചെയ്യുന്നു, 0.05 എടുക്കുന്നു. ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ 0.05 അങ്ങ് എടുക്കുകയാണ്. നിങ്ങൾക്ക് വേറെ വല്ല മാറ്റണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് അനുസരിച്ചാണ് 1 tail ടെസ്റ്റ് ആണോ 2 tail ടെസ്റ്റ് ആണോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക 1 tail ടെസ്റ്റ് ആയിരിക്കും. നോട്ട് ഈക്വൽ എന്ന് പറയുമ്പോൾ 2 tail നമ്മൾ എടുക്കാറുള്ളൂ. അപ്പോൾ 1 tail ടെസ്റ്റിന് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബ്രാക്കറ്റ്സിൽ തന്നേക്കുന്ന സെക്കൻഡ് ലൈനിൽ തന്നേക്കുന്ന ഡേറ്റയാണ്. 0.05 എന്ന് പറയുന്നത് സെക്കൻഡ് ലൈനിലാണ് നോക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് ലൈനിൽ 0.05 നോക്കുന്നു. ഓക്കെ, സെക്കൻഡ് ലൈനിലാണ് 1 tail ടെസ്റ്റ്. പിന്നെ 9ന് കറസ്പോണ്ടിങ് വരുന്ന 0.05 കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ എന്ത് കിട്ടി, 1.833 ആണ് നമുക്ക് വരിക. ഓക്കെ, 1.833 എടുക്കുന്നു ഫോർ 1 tail ടെസ്റ്റ്, ബ്രാക്കറ്റ്സ് സെക്കൻഡ് ലൈൻ. ഓക്കെ, അപ്പോൾ 1.833 ഞാൻ എടുക്കുന്നു. ഇനി ഞാൻ കമ്പാരിസൺ നടത്തുന്നു. 1.833 നമ്മുടെ ടേബിൾ വാല്യൂ എന്തൊരു ഫ്രം ടി ടേബിൾ. നമ്മൾ ഓൾറെഡി എങ്ങനെ ഇത് കൺക്ലൂഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ഫ്രം ടി ടേബിൾ ഫോർ ആൽഫ 0.05 ടി ആൽഫ ഈക്വൽ ടു 2 tail നമ്മൾ ടി ആൽഫ ബൈ 2 എഴുതത്തുള്ളേ. മൈനസ് ഇവിടെ ഓൾറെഡി എനിക്ക് ഫൈനൽ ആൻസർ മൈനസ് കിട്ടിയേക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു -1.833 എടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തോരും കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ദ ടേബിൾ വാല്യൂ അല്ലേ. കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ദ ടേബിൾ വാല്യൂ. അപ്പോൾ നമ്മുടെ വാല്യൂ 1.83 ഇവിടെ ആണെങ്കിൽ ടേബിൾ വാല്യൂ ഇതാണ്. ഞാനിപ്പോൾ നെഗറ്റീവ് ഇല്ലാതെ കൺസിഡർ ചെയ്യുന്നു. രണ്ടിടത്തും നെഗറ്റീവ് ഒന്നെങ്കിൽ എടുക്കരുത്, ഇല്ലെങ്കിൽ രണ്ടിടത്തും നെഗറ്റീവ് എടുക്കാം. നെഗറ്റീവ് സൈഡിലാണെങ്കിൽ -1.83, അങ്ങനെയാണെങ്കിൽ -2.215 എന്ന് പറയുന്നത് റിജക്ഷൻ റീജിയനിലാണ് വരിക. ദാറ്റ് മീൻസ് വി റിജക്ട് അവർ ഹൈപ്പോത്തസിസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഹിയർ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ്
greater than the table value, hence we reject H naught. That means H naught റിജക്റ്റ് ആയി കഴിഞ്ഞാൽ H naught നമ്മൾ എന്താണ് എഴുതിയത്, mu1 equal to mu2 എന്നാണ് H naught എഴുതിയത്. അപ്പോൾ H naught റിജക്റ്റ് ആയി, then we accept the H1, that means mu1 less than mu2. The training is more efficient. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. എനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യം ചോദിച്ചാൽ മതി, നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.